നമസ്കാരം. ഇന്ന് നമ്മൾ നെപ്പോളിയൻ ഹില്ലിന്റെ ആ ഒരു ക്ലാസിക് പുസ്തകമുണ്ടല്ലോ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അതെ അതിലേക്കൊരു ആഴത്തിലുള്ള നോട്ടമാണ് ഉദ്ദേശിക്കുന്നത്. അതെ വളരെ പ്രശസ്തമായ ഒന്നാണത്. വിജയമെന്ന് പറയുന്നത് അത് വെറുതെ കിട്ടുന്ന ഒന്നല്ല അല്ലേ, ഒരു ചിട്ടയായ മാനസിക പ്രയത്നം വേണം എന്നാണ് ഇതിലെ ഒരു കാതൽ. ശരിയാണ്. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണം, ഒരു വ്യക്തമായ ലക്ഷ്യം വേണം. അതെ അങ്ങനെ പ്രവർത്തിച്ചാൽ എന്തും നേടാം എന്നാണ് പുസ്തകം പറയുന്നത്. അപ്പോ ഈ പുസ്തകത്തിലൊരു 13 തത്വങ്ങളുണ്ട്, വിജയത്തിലേക്കുള്ള പടികൾ പോലെ. വെറുതെ അതങ്ങ് ലിസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എങ്ങനെയാണ് അവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ അതും ഇപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൽ ഏതായിരിക്കും ഏറ്റവും പ്രസക്തമെന്ന് നമുക്കൊന്ന് നോക്കാം. തുടങ്ങാം അല്ലേ? തുടങ്ങാം. ആദ്യത്തത് തന്നെ വളരെ പവർഫുള്ളാണ്. തീവ്രമായ ആഗ്രഹം, ഡിസയർ. വെറുമൊരു ആഗ്രഹം മതിയോ? ഒരു ബേണിംഗ് ഡിസയർ ആയിരിക്കണം. ബേണിംഗ് ഡിസയർ. അതെ, അതായത് നിങ്ങളുടെ ലക്ഷ്യം അതെന്തുമാവട്ടെ, അത് നേടണം എന്നൊരു അടങ്ങാത്ത ഒരു അഭിനിവേശം, എന്തു വില കൊടുത്തു നേടണം എന്നൊരു തോന്നല്. ഓക്കെ, സാധാരണ ആഗ്രഹങ്ങൾ ചിലപ്പം വരും പോകും. അതുതന്നെ. പക്ഷേ ഈ തീവ്രമായ ആഗ്രഹമുണ്ടല്ലോ, അതാണ് ശരിക്കും ആക്ഷൻ എടുക്കാനുള്ള ഒരു ഇന്ധനം. ആ ലക്ഷ്യം മനസ്സിൽ നല്ല വ്യക്തമാവണം, അതിൽ നിന്ന് മാറാനും പാടില്ല. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശരി. അപ്പോ ആ ആഗ്രഹം കിട്ടി, അതിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ അടുത്തതായിട്ട് വിശ്വാസം വേണം എന്ന് പറയുന്നു. ഫെയ്ത്ത്. വിശ്വാസം. ഈ ലക്ഷ്യം എനിക്ക് നേടാൻ പറ്റും എന്നൊരു ഉറച്ച ബോധ്യം. പക്ഷേ ഇതെങ്ങനെ വരും? ഇതൊരു വെറും ഒരു ശുഭാപ്തി വിശ്വാസമാണോ, അതോ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണോ? ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്ന് തന്നെയാണ്, തീർച്ചയായും. അവിടെയാണ് പുസ്തകത്തിലെ സ്വയം നിർദ്ദേശം അഥവാ ഓട്ടോ സജഷൻ എന്ന ആശയം വരുന്നത്. ഓട്ടോ സജഷൻ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഓർക്കുക, മനസ്സിലത് വീണ്ടും വീണ്ടും പറയുക, അത് കിട്ടിയതായി സങ്കൽപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സ് അതിനെ പരുവപ്പെടുത്തുന്നൊരു രീതിയാണിത്. ഓക്കെ. ആ പുസ്തകത്തിലെ ഏറ്റവും ഫേമസ് ആയൊരു വാചകമില്ലേ, മനസ്സിന് സങ്കൽപ്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നേടാനാകും. ശരിയാണ്. whatever the mind can conceive and believe, it can achieve. അതെ. അപ്പോൾ ഇത് വെറുതെ ആഗ്രഹിക്കലല്ല, നിങ്ങളുടെ ഒരു മെന്റൽ സ്റ്റേറ്റിനെ വിജയത്തിനു വേണ്ടി ട്യൂൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മനസ്സിലായി. അപ്പോ ചിന്തയായി, വിശ്വാസമായി അതുറച്ചാൽ മാത്രം മതിയോ? അടുത്ത പടികൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നു. അതെ, കുറച്ചുകൂടി പ്രായോഗിക തലത്തിലേക്ക് വരുന്നുണ്ട്. പ്രത്യേക വൈദഗ്ധ്യം, സ്പെഷ്യലൈസ്ഡ് നോളജ്, പിന്നെ സംഘടിതമായ ആസൂത്രണം, ഓർഗനൈസ്ഡ് പ്ലാനിംഗ്, വേഗത്തിൽ തീരുമാനമെടുക്കുക, ഡിസിഷൻ, പിന്നെ സ്ഥിരോത്സാഹം, പെർസിസ്റ്റൻസ്. ഇത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ആ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ, അതൊരു പരാജയ കാരണമായിട്ട് തന്നെ പറയുന്നുണ്ട്. ശരിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രത്യേക വൈദഗ്ധ്യം എന്ന് പറയുമ്പോൾ അത് വലിയ ഡിഗ്രികൾ തന്നെ വേണമെന്നില്ല. ഓഹോ. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനാവശ്യമായ പ്രാക്ടിക്കൽ അറിവ്, അത് ചിലപ്പോൾ അനുഭവത്തിലൂടെ ആവാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നാവാം, എവിടെ നിന്ന് വേണമെങ്കിലും നേടാം. ശരി ശരി. അതുപോലെ സംഘടിതമായ ആസൂത്രണം, അത് വെറുതെ പ്ലാനുണ്ടാക്കൽ മാത്രമല്ല, ആവശ്യമെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുക. അവിടെയാണ് ആ മാസ്റ്റർ മൈൻഡ് എന്ന ആശയം വരുന്നത്. മാസ്റ്റർ മൈൻഡ് അലയൻസ്, സമാന ചിന്താഗതിക്കാരുമായുള്ള കൂട്ടായ്മ. അതെ, നിങ്ങളുടെ ലക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അറിവും എനർജിയും തരുന്ന ഒരു ഗ്രൂപ്പ്. അത് വിജയത്തിന് വളരെ ആവശ്യമാണെന്നാണ് ഹിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ കുറച്ചു തത്വങ്ങള് ലക്ഷ്യം വെക്കുക, വിശ്വസിക്കുക, പ്ലാൻ ചെയ്യുക, പ്രവർത്തിക്കുക എന്നതിലേക്ക് എത്തിക്കുന്നു. പക്ഷെ പുസ്തകം അവിടെ നിർത്തുന്നില്ലല്ലോ. കുറച്ചുകൂടി ഒരു ആന്തരികമായ, ചിലപ്പോ കുറച്ച് മിസ്റ്റീരിയസ് എന്നൊക്കെ തോന്നുന്ന ചില കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട്. ലൈംഗിക ഊർജ പരിവർത്തനം, സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ, പിന്നെ ഉപബോധ മനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്, തലച്ചോറൊരു സിഗ്നൽ റിസീവർ പോലെ, പിന്നെ 6ാം ഇന്ദ്രിയം, 6th സെൻസ്. ഇതൊക്കെ എങ്ങനെയാണ് വിജയവുമായി ബന്ധിപ്പിക്കുന്നത്? ഈ അവസാനത്തെ തത്വങ്ങൾ ശരിക്കും നമ്മുടെ മാനസിക നിലയെ കുറച്ചുകൂടി ആഴത്തിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഈ സെക്സ് ട്രാൻസ്മ്യൂട്ടേഷൻ, അത് മനുഷ്യനിലെ ഏറ്റവും പവർഫുള്ളായ ഒരു എനർജിയാണല്ലോ, ഈ ലൈംഗിക ഊർജം. അതിനെ വെറുതെ കളയാതെ ക്രിയേറ്റീവായ കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഊർജ പരിവർത്തനം. അതെ. അതുപോലെ ഉപബോധ മനസ്സ്, അതാണല്ലോ നമ്മുടെ വിശ്വാസങ്ങളെയും ശീലങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത്. അതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോ സജഷൻ വഴി സ്വാധീനിക്കാൻ പറ്റും. ശരി. തലച്ചോറ് ഒരു റേഡിയോ പോലെയാണെന്നും ആശയങ്ങൾ സ്വീകരിക്കാനും പ്രക്ഷേപണം ചെയ്യാനും കഴിയുമെന്നും പറയുന്നു.
പിന്നെ ആറാം ഇന്ദ്രിയം. സിക്സ്ത് സെൻസ്. അത് ഈ തത്വങ്ങളൊക്കെ ശീലിക്കുന്നതിലൂടെ പതിയെ പതിയെ ഡെവലപ്പായി വരുന്ന ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു അതീന്ദ്രിയ ജ്ഞാനം പോലെ ഒന്നാണെന്നാണ് ഹിൽ വിശദീകരിക്കുന്നത്. ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് മെന്റൽ ഷിഫ്റ്റ് വരുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഫോർമുല പോലെയാണോ? അതായത് തീവ്രമായ ആഗ്രഹം, അതിനോടൊപ്പം വിശ്വാസം, പിന്നെ വ്യക്തമായ പ്ലാനും അതിനനുസരിച്ചുള്ള അറിവും, പിന്നെ സ്ഥിരോത്സാഹത്തോടെയുള്ള പ്രവൃത്തി, കൂടെ ഈ പറഞ്ഞ പോലത്തെ മാനസികമായ ഊർജങ്ങളെ ശരിയായി ഉപയോഗിക്കുക. ഇതെല്ലാം ചേർന്നാൽ ഫലം ഉറപ്പാണോ? ഒരു പരിധിവരെ അതെ എന്നാണ് ഹില്ല് പറയുന്നത്. ചിന്തകളാണ് എല്ലാത്തിന്റെയും തുടക്കം. ചിന്തകൾ. അതെ. ഹില്ലിന്റെ ഒരു കാഴ്ചപ്പാടിൽ വിജയമെന്നത് ആദ്യം നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുന്നത്. അത് പിന്നീട് ഭൗതിക യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യം മാനസിക തലം, പിന്നെ ഭൗതിക തലം. അതെ. നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ പ്രവൃത്തികളും അവസാനം കിട്ടുന്ന ഫലങ്ങളും. ഇതൊരു മാനസിക നിർമ്മാണ പ്രക്രിയയാണ് ശരിക്കും. നന്നായിട്ടുണ്ട്. അപ്പോ ഈ പുസ്തകത്തിലെ ആശയങ്ങൾ അത് വെറും പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അല്ല. ജീവിതത്തിൽ ഏത് ലക്ഷ്യം നേടാനും ഉപയോഗിക്കാൻ പറ്റുന്ന ചില അടിസ്ഥാനപരമായ മാനസിക തത്വങ്ങളാണല്ലേ? തീർച്ചയായും. അതുതന്നെയാണ് അതിന്റെ ഭംഗിയും. വളരെ വ്യക്തമായി. ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്കും ആലോചിക്കാൻ. ഈ 13 തത്വങ്ങളുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരൊറ്റ തത്വം, ഒരെണ്ണം മാത്രം, അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി പ്രാവർത്തികമാക്കിയാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ഏതായിരിക്കും? കൊള്ളാം. അതൊരു നല്ല ചിന്തയാണ്. ആ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു നല്ല തുടക്കമായിരിക്കും. അതെ, ഒരു തുടക്കത്തിന് അത് മതിയാവും. ഈ ഒരു വിശദൊരിന്നും നിങ്ങൾക്ക് പുതിയ ചിന്തകൾ നൽകി എന്ന് കരുതുന്നു. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.